സ്ത്രീകളൊക്കെ എന്താ ഇങ്ങനെ? എല്ലാവരുമല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് കാണുന്ന വീഡിയോ ആണ് രഞ്ജീഷിന്റെ ഈ വീഡിയോ. ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴൊക്കെ സ്കിപ്പ് അടിച്ചു പോവും. പിന്നെയും മനസ്സിൽ എവിടെയോ ഒരു ഫീലിങ്സ് പോലെ. പിന്നെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ പോയി. എന്തിനും ഒരു രണ്ട് വശമുണ്ടല്ലോ. അപ്പൊ കുമളിയിലെ നിർമാല്യം എന്ന ബസ്സിലെ കണ്ടക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, ആ ബസ്സിലെ സ്ഥിരം യാത്രക്കാർ, ഇവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ രഞ്ജീഷിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണുള്ളത്. ആരും മോശമായ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന രഞ്ജീഷിന്റെ ഈ ഭാര്യ ശ്രീരഞ്ജിനി ഖത്തറിൽ വർക്ക് ചെയ്യാണ്. വിദേശത്ത് പോയതിനു ശേഷം അവിടെ വേറൊരാളുമായി പ്രണയത്തിലായതിനു ശേഷം ഈ കാമുകൻ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് മോശമായ വീഡിയോസ് ഒക്കെ അയക്കുന്നു. സ്വന്തം ഭാര്യയുടെ മോശമായ വീഡിയോസ് ഒക്കെ വിദേശത്ത് നിന്നും വേറൊരാൾ സ്വന്തം ഭർത്താവിന്റെ മൊബൈലിലേക്ക് അയക്കുമ്പോൾ മാനസികമായിട്ട് ഏതൊരു ഭർത്താവും തകരും. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ രഞ്ജീഷിന്റെ മനസ്സ് തകർത്തത് നെഞ്ചോട് ചേർത്ത് വളർത്തിയ തന്റെ മകനെ പോലും ആ രാക്ഷസിയായ ഭാര്യ തട്ടിയെടുത്തു. തന്റെ കയ്യിൽ നിന്നും മകനും കൂടി നഷ്ടമായപ്പോഴാണ് രഞ്ജീഷ് മാനസികമായി ആകെ തകർന്നു പോയത്. ഭാര്യയും പോയി, മകനും കൂടി നഷ്ടപ്പെട്ടപ്പോൾ അഭിമാനക്ഷതം കാരണമായിരിക്കണം രഞ്ജീഷ് ആത്മഹത്യക്ക് കീഴടങ്ങിയത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതുപോലെയുള്ള സ്ത്രീകളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. രഞ്ജീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ ആ മകൻ വളർന്നു വലുതാകുമ്പോൾ അച്ഛന്റെ ഭാഗമാണ് ശരി എന്ന് പറഞ്ഞ് അച്ഛനെ തേടി തന്നെ വരുമായിരുന്നു. അതുവരെയെങ്കിലും രഞ്ജീഷിനൊന്ന് കാത്തിരിക്കാമായിരുന്നു. സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായപ്പോൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്. രഞ്ജീഷ് മരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ലോകം മുഴുവൻ അറിഞ്ഞത്. ഇതുപോലെ രഞ്ജീഷിനെ പോലെ ജീവിക്കുന്ന എത്ര പുരുഷന്മാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങളോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സമൂഹത്തിൽ ഉയർന്നു വന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതുപോലെ സ്വന്തം ഭാഗത്ത് തെറ്റില്ല എങ്കിൽ നീതി കിട്ടുന്നതുവരെ അതിനെതിരെ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കണം. രഞ്ജീഷിന് ഇവിടെ നീതി കിട്ടിയിട്ടില്ല. എന്നാലും ഒരു അഡ്വക്കേറ്റും കുറെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം രഞ്ജീഷിന്റെ നീതിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ സഹായിക്കാൻ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കില്ല നമ്മളെ തേടിയെത്തുക. ചിലപ്പോൾ നമുക്ക് ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഒരു സഹായത്തിന് നമ്മുടെ അരികിൽ എത്തുന്നത്. നമ്മൾ സ്ത്രീകളുടെ ത്യാഗത്തെക്കുറിച്ചും അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കും. അമ്മ ദൈവമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അച്ഛനോ? അച്ഛന്റെ സ്നേഹം അത് കടമയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്, അല്ലെ? അച്ഛൻ തളരാൻ പാടില്ല, കരയാൻ പാടില്ല. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അമ്മയ്ക്ക് മാത്രമല്ല, അങ്ങനെ ഭയമുള്ള അച്ഛന്മാരും നമ്മുടെ ഇടയിലുണ്ട്. ഈ കാമുകന്റെ കൂടെ വിദേശത്തിരുന്ന് സുഖിക്കുന്ന ഭാര്യ കാമുകന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം കുഞ്ഞിനെയും തട്ടിയെടുത്തിട്ടുണ്ടാവുക. എന്തായാലും രഞ്ജീഷ് മരണത്തിന് കീഴടങ്ങി. ഇനിയും അവരെ സുഖമായി ജീവിക്കാൻ അനുവദിച്ചുകൂടാ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. ചില നിയമങ്ങൾ നമ്മൾ മാറ്റി എഴുതാറില്ലേ? നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടണം.